കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ യാക്കോബ് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല എന്ന്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ യാചനകൾ ദൈവസന്നിധിയിൽ വയ്ക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ യാചനകൾ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാനും നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ നിറവേറ്റുന്നതുമായിട്ടിരിക്കുന്നു. ചില സമയങ്ങൾ നാം നമ്മെ അറിയാതെ നമ്മുടെ പുകഴ്ചകളെ നാം സംസാരിച്ച് പ്രാർത്ഥിക്കുന്നു. നാം ബൈബിൾ തന്നെ ഈ ശുങ്കക്കാരൻ്റെയും പരീക്ഷൻ്റെയും പ്രാർത്ഥന കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ശുങ്കക്കാരനാണെങ്കിൽ മാറത്തടിച്ചുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോലും നോക്കുവാൻ കഴിവില്ലാതെ കർത്താവെ പാവിയായ എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുങ്കക്കാരനോ ഞാൻ ദശാംശം കൊടുക്കുന്നു, പള്ളിയിൽ പോകുന്നു, കൽപ്പനകളൊക്കെ അനുസരിക്കുന്നു, ദശാംശം കൊടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ഇങ്ങനെയൊക്കെ തൻ്റെ പുകഴ്ചകളെ പറഞ്ഞത് മറ്റുമല്ല. ഈ അടുത്ത് നിൽക്കുന്ന ശുങ്കക്കാരനെ പോലെ അല്ലാതെ എന്നൊരു നല്ലവനായിട്ട് നീ നിർമ്മിച്ചതുകൊണ്ട് അങ്ങക്ക് സ്തോത്രമെന്ന് പറയുന്നു. പ്രിയ ദൈവ പൈതലേ, ഇങ്ങനെയുള്ള അറിവില്ലായ്മയുടെ പ്രാർത്ഥനകൾ നമ്മുടെ ഇടയിൽ വരുമ്പോൾ അങ്ങനെ വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നു. നമ്മുടെ പ്രാർത്ഥനകളുടെ സ്വരങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? നാം ഏത് തരത്തിലാണ് പ്രാർത്ഥിക്കുന്നത്? അത് ദൈവഹിത പ്രകാരമാണോ? ദൈവരാജ്യം കെട്ടിപ്പണിയേണ്ട ഒരു പ്രാർത്ഥനയാണോ? നമ്മുടെ സ്വഭാവങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? ഹൃദയത്തിലെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ അല്ലെങ്കിൽ അടുത്തവരുടെ മുമ്പിൽ നാം വലിയവനാണ്, നല്ലവനാണെന്ന് പൊക്കി കാണിക്കുവാനാണ് നാം പ്രാർത്ഥിക്കുന്നുവോ? അതൊക്കെ നമ്മുടെ മനോഭാവം അത് എങ്ങനെ ഇരിക്കുന്നു എന്ന് നമ്മെ തന്നെ ശോധന ചെയ്ത് നാം പ്രാർത്ഥിക്കേണ്ടതാകുന്നു. പ്രിയ ദൈവ പൈതൽ, നമ്മുടെ ഒരു ആവശ്യമായിട്ട് ദൈവസന്നിധിയിൽ പോകുമ്പോൾ ഏതുമില്ലാത്ത നമ്മെ കർത്താവ് നടത്തി വരുന്നു. പക്ഷെ ആ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴെ താഴ്ന്നിരുന്നുകൊണ്ട് കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിച്ച്, പാപക്ഷമയ്ക്ക് വേണ്ടി യാചിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ആ പ്രാർത്ഥന ചെന്നെത്തുന്നു. അല്ലാത്ത പക്ഷം അത് ഈ ഭൂമിയെ വിട്ട് മുൾപോട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുന്നില്ല. ആയതുകൊണ്ട് അതിൻ്റെ ഒരു മറുപടി നമുക്ക് കിട്ടുന്നുമില്ല. ആയതുകൊണ്ട് നാം പ്രാർത്ഥനയുടെ വാചകങ്ങൾ ദൈവത്തോട് നാം വളരെ ശ്രദ്ധിച്ച് ദൈവത്തോട് സംസാരിക്കുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും അങ്ങയുടെ സന്നിധിയിൽ വയ്ക്കുമ്പോൾ പലപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നമുക്ക് മറുപടി കിട്ടാതിരിപ്പുണ്ട്. കർത്താവെ, അത് ഞങ്ങളുടെ കുറ്റമാണോ കുറവാണോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല. കർത്താവെ, ഞങ്ങളുടെ കുറവുകളെയും കുറ്റങ്ങളെയും അങ്ങ് ക്ഷമിച്ച്, ഞങ്ങളുടെ പാവങ്ങളെ ക്ഷമിച്ച് അങ്ങയുടെ തിരികിത ഞങ്ങളുടെ ജീവിതത്തിൽ നിറവാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ താഴ്ത്തി കർത്താവെ അങ്ങയുടെ കരങ്ങൾ ഭരമേൽപ്പിക്കുന്നു. എന്ത് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നാലും അത് സന്തോഷമായാലും കണ്ണുനീരായാലും സന്തോഷമായാലും വേദനയായാലും എന്തായാലും കർത്താവെ അങ്ങയുടെ നാമമഹത്വത്തിനായി തീരുവാൻ എൻ്റെ ദൈവം അത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അപ്പൻ്റെ കരങ്ങൾ തരുന്ന അന്ത്യം വരെയും കരം പിടിച്ച് വഴി നടത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.